ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം ഈശോയുടെ ജനനത്തിലൂടെ, ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ സംഭവിക്കുകയാണ്. യുഗയുഗാന്തരങ്ങളായി ഇസ്രായേൽ ജനത പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ യഥാർത്ഥത്തിൽ കർത്താവ് ഈശോ മിശിഹയായിരുന്നു. അവൻ്റെ ജനനത്തിലൂടെയും ജീവിതത്തിലൂടെയും ഇതാ പഴയ നിയമ പുസ്തകത്തിൽ അവനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരുന്ന എല്ലാ പ്രവചനങ്ങളും അക്ഷരാർത്ഥത്തിൽ നിറവേറ്റപ്പെടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ ജനിച്ച് 33 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അസഹനീയമായ വേദനകളും ദുഃഖങ്ങളും സഹനങ്ങളും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി കുരിശിൽ യാഗമായി മാറിയ ദൈവപുത്രനായ ലോകരക്ഷകനായ ഈശോ, അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന മക്കൾക്ക് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഗ്രന്ഥം എന്ത് ഉത്തരമാണ് അതിന് നൽകുന്നത്? ലോകരക്ഷകനായ ഏകരക്ഷകനായ ഈശോയെ സ്വന്തം ജീവിതത്തിൽ നാഥനായി, ഗുരുവായി, രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഈശോ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഒന്നാമതായി ഈശോ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഈശോ നമ്മെ ആശ്വസിപ്പിക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ആശ്വസിപ്പിക്കുന്നവനാണ്. ഈശോ സമാധാനം നൽകുന്നവനാണ്. ഈശോ ആശ്വാസം പ്രദാനം ചെയ്യുന്നവനാണ്. നമ്മളെല്ലാവരും തന്നെ പലവിധ കാരണങ്ങളാൽ ഉത്കണ്ഠകൾ, ആകുലതകൾ, രോഗപീഠകൾ, പലവിധ കാരണങ്ങളാൽ നമ്മൾ ഓരോരുത്തരും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജോലി ഭാരങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക തകർച്ചകൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ആകുലതകൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, യാത്രാ തടസ്സങ്ങൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകൾ, പല വിധത്തിൽ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ വലിയ ഭാരം കൊണ്ട് നടക്കുന്നവരാണ്. ഇതാ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, പൂർണ്ണമായും ഈശോയിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറായാൽ, പൂർണ്ണമായും ഈശോയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ, തീർച്ചയായും ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ നമുക്ക് പറ്റും. ഈശോ എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, എപ്പോഴും നമ്മിലേക്ക് ആശ്വാസം ചൊരിയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ഉഴലുന്ന നമുക്ക് ഈ ആശ്വാസം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈശോ ആശ്വാസം പ്രദാനം ചെയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, സൂര്യപ്രകാശം, സൂര്യൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഭൂമിയിൽ പകുതി സമയം, പകുതി ഭാഗത്ത് ഇരുട്ടാണ്. എപ്പോഴാണോ ഭൂമി സൂര്യനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്, അപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഭാഗം മുഴുവനും പ്രകാശിക്കുന്നു. എപ്പോഴാണോ ഭൂമി സൂര്യനിൽ നിന്ന് മുഖം തിരിക്കുന്നത്, അപ്പോഴിതാ ആ ഭാഗത്ത് ഇരുട്ട് വരികയും ചെയ്യുന്നു. എന്നതുപോലെ ഈശോ എപ്പോഴും നമ്മിലേക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുന്നുണ്ട്. ഈശോ നൽകുന്ന ഈ ആശ്വാസം, ഈശോ നൽകുന്ന ഈ സമാധാനം ഈശോയിൽ നിന്ന് സ്വീകരിക്കുവാൻ ഈശോയിലേക്ക് തിരിയുക, ഈശോയുടെ അരികിലേക്ക് അണയുക. വിശുദ്ധ കുർബാനയിൽ
ആത്മാർത്ഥമായി സ്നേഹത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ പങ്കുചേരുമ്പോൾ, ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്തുമ്പോൾ, അനുദിനവും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, സാധിക്കുന്ന വിധത്തിൽ നൊയമ്പും ഉപവാസവും പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും നടത്തുമ്പോൾ ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും മനുഷ്യാത്മാവ് ദൈവാത്മാവിനോട് അടുത്തേക്ക് വരുന്ന സമയങ്ങളാണ്. ഓരോ ആധ്യാത്മിക കർമ്മങ്ങളും ഓരോ ആത്മീയ കൃത്യങ്ങളും മനുഷ്യാത്മാവ് ദൈവാത്മാവിലേക്ക് അരികിലേക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് അടുത്തു വരുന്ന നിമിഷങ്ങളാണ്, സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവാത്മാവിനോടടുക്കുമ്പോൾ, ദൈവത്തോടടുക്കുമ്പോൾ ഈ ആത്മീയ ആശ്വാസം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ഇരുമ്പ് തണ്ട് അഗ്നിയിലേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഇരുമ്പ് തണ്ട് ചൂടായി ഈ അഗ്നിയുടെ ഗുണഗണങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുത്ത് ഇരുമ്പ് തണ്ട് അഗ്നിക്കട്ടയായി കനൽക്കട്ടയായി രൂപാന്തരപ്പെടുന്നത് പോലെ മനുഷ്യാത്മാവ് ദൈവാത്മാവിനോട് അരികിൽ വരുമ്പോൾ, പ്രാർത്ഥന വഴി ആത്മീയ അഭ്യാസങ്ങൾ വഴി ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവാത്മാവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവിനോട് ചേരുമ്പോൾ, ലയിക്കുമ്പോൾ, ഇതാ ദൈവം നൽകുന്ന ആശ്വാസവും സമാധാനവും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഈ ഭൂമിയിലുള്ള ഒരു സുഖവും ഒരു സന്തോഷവും, ഈ ഭൂമിയിലുള്ള സുഖഭോഗങ്ങളോ, ഈ ഭൂമിയിലുള്ള സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവികളോ അധികാരമോ പണമോ വലിയ ഭവനങ്ങളോ വലിയ കാറുകളോ സുഖ സൗകര്യങ്ങളോ ഒന്നും ആത്മാവിനെ സംതൃപ്തിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് സുഖഭോഗങ്ങളിൽ മുഴുകുമ്പോൾ വീണ്ടും വീണ്ടും ശരീരം അത് ആവശ്യപ്പെടുന്നുവെന്നല്ലാതെ നമുക്കൊരു സംതൃപ്തിയും ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് അവസാനമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും സംതൃപ്തി പൂർണ്ണമായും അനുഭവിക്കാൻ സാധിക്കാത്ത കാര്യമാണ് ശരീരത്തിൻ്റെ സുഖമെന്ന് പറയുന്നത്. വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുണ്ട്, ജഡിക ദുരാശകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് സമാനമാണ്. എത്ര വിറകിട്ട് കൊടുത്താലും അഗ്നി മതി എന്ന് പറയാത്തതുപോലെ ജഡിക ദുരാശകളിൽ മുഴുകുന്ന ശരീരം, മനസ്സ്, ആത്മാവ് ഒരിക്കലും സംതൃപ്തമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ ആസക്തികളുടെ പ്രത്യേകതയാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. നമ്മളിവിടെ ഒരു വലിയ അഗ്നികുണ്ഡം കൂട്ടിയിട്ടുണ്ടെന്ന് കരുതുക. അതിനകത്തേക്ക് ധാരാളമായി ചപ്പും ചവറും വിറകും കടലാസും തുണികളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം വിറകിട്ട് കൊടുത്താലും അഗ്നി ഒരിക്കലും മതി എന്ന് പറയില്ല, അതിനെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഗ്നിയുടെ വിശപ്പും ദാഹവും ഒരിക്കലും മാറില്ല. എന്നതുപോലെ ശരീര സുഖങ്ങൾക്ക്, ജഡത്തിൻ്റെ ആസക്തികൾക്ക് പുറകെ പായുന്ന, ലോക സുഖങ്ങൾക്ക് പുറകെ പായുന്ന ഏതു മനുഷ്യൻ്റെയും അവസ്ഥ ഇതാണ്. ഒരിക്കലും സംതൃപ്തി കിട്ടുകയില്ല. സത്യത്തിൽ മനസ്സനുഭവിക്കുന്ന സംതൃപ്തിക്ക് വേണ്ടിയുള്ള, മനസ്സാഗ്രഹിക്കുന്ന, ആത്മാവ് ആഗ്രഹിക്കുന്ന ആശ്വാസത്തിന് വേണ്ടിയുള്ള പരിശ്രമം, മനസ്സാഗ്രഹിക്കുന്ന ഈ ആശ്വാസവും, മനസ്സ് ദാഹിക്കുന്ന, ആത്മാവ് ദാഹിക്കുന്ന ഈ ആശ്വാസം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, ഈ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ലോകസുഖങ്ങളിൽ, ഭൗതിക സുഖങ്ങളിലേക്ക് അഭിരമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും ശരീരത്തിൻ്റെ സുഖങ്ങൾ മനസ്സിനെയോ ആത്മാവിനെയോ സംതൃപ്തിപ്പെടുത്തുന്നില്ല. എങ്ങനെയാണ് ആത്മാവിന് സംതൃപ്തി കിട്ടുന്നത്? മനുഷ്യാത്മാവ് ദൈവാത്മാവിൽ ലയിക്കുമ്പോൾ, മനുഷ്യാത്മാവ് ദൈവാത്മാവിനോട് ചേരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവിന് സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സർവസംഘ പരിത്യാഗിയായ സന്യാസിമാര് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും ജീവിതത്തിൽ വ്രതമായി സ്വീകരിച്ചിട്ടുള്ള സന്യസ്തര് ശരിക്കും ആത്മീയമായ ജീവിത ശൈലിയിലൂടെ ആനന്ദവും ആഹ്ലാദവും സന്തോഷവും ആത്മാവിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കുന്ന ഒത്തിരിയേറെ സന്യസ്തരുണ്ട്, ഒത്തിരിയേറെ സമർപ്പിതരുണ്ട്, ഒത്തിരിയേറെ ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്.
അവർക്ക് പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സുഖങ്ങളൊന്നും ആസ്വദിക്കാതിരുന്നിട്ടും അവരെങ്ങനെയാണ് ഈ സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്? ഓർക്കുക, മനുഷ്യാത്മാവ് ദൈവാത്മാവിൽ ലയിക്കുമ്പോൾ ഈ സന്തോഷവും സമാധാനവും ദൈവാത്മാവിൽ നിന്ന് മനുഷ്യാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. അത് സ്വീകരിക്കാൻ സാധിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനുള്ള മാർഗമാണ് പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം. സാധിക്കുന്നിടത്തോളം ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുക. ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥന, വെറുതെ ചൊല്ലിക്കൂട്ടുന്ന കുറെ പ്രാർത്ഥനകളെ കുറിച്ചല്ല, ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥന. എന്താണ് ഈ ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അതിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. വിശുദ്ധനായിരിക്കുന്ന തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട 3 തരം ഏകാഗ്രതകളെ കുറിച്ച്. ഏതൊക്കെയാണ് 3 തരം ഏകാഗ്രതകൾ? ഒന്നാമതായി വാക്കുകളുടെ ഏകാഗ്രത, രണ്ടാമതായി അർത്ഥത്തിൻ്റെ ഏകാഗ്രത, മൂന്നാമതായി ദൈവ സാന്നിധ്യത്തിലുള്ള ഏകാഗ്രത. ഇങ്ങനെ 3 തരം ഏകാഗ്രതകളെ കുറിച്ച് ഇതാ വിശുദ്ധനായ മഹാപണ്ഡിതനായ തോമസ് അക്വിനാസ് പറയുന്നു. വാക്കുകളിലെ ഏകാഗ്രത, അർത്ഥത്തിലെ ഏകാഗ്രത, ദൈവ സാന്നിധ്യത്തിലെ ഏകാഗ്രത. എന്നാണ് വാക്കുകളിലെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമ്മളൊരു പ്രാർത്ഥന, വാചിക പ്രാർത്ഥന ചൊല്ലുകയാണ് എങ്കിൽ അത് ശരിക്കും നമുക്കാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും മനസ്സിലാകുന്ന വിധത്തിൽ അക്ഷരസ്ഫുടതയോടുകൂടെ, വ്യക്തതയോടുകൂടെ, കൃത്യതയോടുകൂടെ മനോഹരമായി അത് ചൊല്ലാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ സാധിക്കുമ്പോൾ അതിൽ വാക്കുകളുടെ ഏകാഗ്രതയുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാനയിലുള്ള ഓരോ പ്രാർത്ഥനകളും ശരിക്കും അക്ഷരസ്ഫുടതയോടുകൂടെ, വ്യക്തതയോടുകൂടെ, ക്ലാരിറ്റിയോടുകൂടെ, താളാത്മകമായി ഗായക സംഘത്തോട് ചേർന്ന് സമൂഹം ഒരുമിച്ച് ഒരേ താളത്തിലും ഒരേ ഈണത്തിലും മനോഹരമായ വിധത്തിൽ ശരിക്കും അതിൽ ലയിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുക. ഇതാണ് വാക്കുകളുടെ ഏകാഗ്രത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. ചിലപ്പോഴൊക്കെ പലരും ചൊല്ലുന്ന വിധം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർക്ക് കല്ലുകടി ഉണ്ടാകുന്ന വിധത്തിൽ, അസ്വസ്ഥത ഉണ്ടാകുന്ന വിധത്തിലൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരുണ്ട്. പ്രത്യേകിച്ചും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് യാതൊരു വെല്ലും ബ്രേക്കും ഇല്ലാത്ത വിധത്തിൽ, അമിതമായ വേഗതയിൽ, ആർക്കുമൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ, പല അക്ഷരങ്ങളും തിരിയാത്ത വിധത്തിൽ, പല വാക്കുകളും വിഴുങ്ങിപ്പോകുന്ന വിധത്തിൽ, മിക്കവാറും പല ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥനകൾ നടക്കുന്നത് ഈ വിധത്തിലാണ്. നമുക്കറിയാം, ഈ വിധത്തിലാണ് നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ അതൊരിക്കലും ആത്മാവിനെ തൊടുന്ന അനുഭവമാകുന്നില്ല. നമ്മൾ എന്നും കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് പോലും ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം ശരിക്കും ഈ വാക്കുകളുടെ ഏകാഗ്രത ഇല്ലാതെ പോകുന്നു. പല വാക്കുകളും ചൊല്ലുന്നില്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ പല വാക്കുകളും വിഴുങ്ങിപ്പോകുന്നു, അക്ഷരങ്ങൾ വിഴുങ്ങിപ്പോകുന്നു, വേഗത്തിൽ ചൊല്ലിത്തീർക്കുന്നു. അരമണിക്കൂർ സമയമെങ്കിലും വേണ്ട പ്രാർത്ഥന 15-10 മിനിറ്റ് കൊണ്ട് പോലും ചൊല്ലിത്തീർക്കുന്ന എത്രയോ ഭവനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, വാക്കുകളുടെ ഏകാഗ്രത ഒന്നാമതായി ആവശ്യമാണ്. രണ്ടാമത്തേത് അർത്ഥത്തിലുള്ള ഏകാഗ്രത. പേര് സൂചിപ്പിക്കുന്നത് പോലെ അർത്ഥം ഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിലാകട്ടെ, ജപമാലയാകട്ടെ, മറ്റേത് പ്രാർത്ഥനയാകട്ടെ, അർത്ഥം ഗ്രഹിക്കണം. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണ്, അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന നമുക്കറിയാം, കർത്താവീശോ മിശിഹായുടെ ജനന, ജീവിത, മരണ, ഉത്ഥാന ദിവ്യ രഹസ്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ആ വാക്കിൻ്റെ അർത്ഥം, അതോടൊപ്പം തന്നെ അത് ചൊല്ലുമ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥം, ഇതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് വേണം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. അന്നാ പെസഹ എന്ന ഗാനം ആലപിക്കുമ്പോൾ ഇതാ പെസഹായിൽ ദുഃഖവെള്ളിയുടെ തലേന്ന് പെസഹ വ്യാഴാഴ്ച ഈശോ നൽകിയ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന കാര്യം അനുസ്മരിച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഈ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന പ്രാർത്ഥന ചൊല്ലുകയോ പാടുകയോ ചെയ്യുമ്പോൾ ഈശോയുടെ ജനനത്തിന്റെ സമയത്ത് മാലാഖമാർ ആലപിച്ച ഗാനം, ആ സംഭവം മനസ്സിലേക്ക് വരണം. ആ സമയത്ത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരാനായിട്ട് സാധിക്കണം. ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ പ്രാർത്ഥനകളുടെയും അർത്ഥം ഗ്രഹിച്ചും ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന്
മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഏത് പ്രാർത്ഥനയാണെങ്കിലും ഈ വിധത്തിൽ അർത്ഥത്തിൻ്റെ ഏകാഗ്രത ആവശ്യമാണ്. അതുപോലെ തന്നെ മൂന്നാമതായി ദൈവ സാന്നിധ്യത്തിലുള്ള ഏകാഗ്രത. എന്താണ് ദൈവ സാന്നിധ്യത്തിലുള്ള ഏകാഗ്രത? ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ അരികിൽ നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കണം. ഏത് പ്രാർത്ഥനയിലാണെങ്കിലും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന നമുക്കറിയാം കൂദാശകളുടെ കൂദാശയാണ്, പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ്, ആരാധനകളിൽ വെച്ച് ഏറ്റവും വലിയ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ചും ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കണം. ഏത് പ്രാർത്ഥനകളിലാണെങ്കിലും ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇതാണ് വിശുദ്ധ അക്യുനാസ് പറയുന്ന 3 തരം ഏകാഗ്രത. പ്രാർത്ഥനയിൽ ആവശ്യമായ 3 തരം ഏകാഗ്രത. 1 വാക്കുകളുടെ ഏകാഗ്രത, 2 അർത്ഥത്തിലുള്ള ഏകാഗ്രത, 3 ദൈവ സാന്നിധ്യത്തിലുള്ള ഏകാഗ്രത. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് 3ഉം ഉള്ളപ്പോൾ ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥനയായിട്ട് മാറുന്നു. ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥന നടത്തുമ്പോഴാണ് മനുഷ്യാത്മാവ് ദൈവാത്മാവുമായിട്ട് ലയിക്കുന്നത്. മനുഷ്യാത്മാവ് ദൈവാത്മാവുമായി ലയിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ എല്ലാ പുണ്യങ്ങളും നന്മകളും ഗുണങ്ങളും മനുഷ്യാത്മാവിൽ ലയിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണം പോലെ തന്നെ ഒരു ഇരുമ്പ് തണ്ട് അഗ്നിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഇരുമ്പ് തണ്ട് അഗ്നിക്കട്ടയായി മാറുന്നത് പോലെ, അല്ലെങ്കിൽ കരിക്കട്ട കനൽക്കട്ടയോട് ചേർന്ന് നിൽക്കുമ്പോൾ കരിക്കട്ടയും കനൽക്കട്ടയായി തീരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരുമാകുന്ന കരിക്കട്ട, നമ്മൾ ഓരോരുത്തരുമാകുന്ന ഇരുമ്പ് തണ്ട് ഇതാ ഈശോ എന്ന നീതി സൂര്യനോട് പ്രാർത്ഥന വഴി ലയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈശോ നൽകുന്ന ഈ ആശ്വാസം, സമാധാനം, സന്തോഷം, സംതൃപ്തിയും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ ആശ്വാസം നൽകുന്നവനാണ്. ഒത്തിരി സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും നമുക്കില്ലേ? ഈശോ ആശ്വാസം നൽകുന്നവനാണ്. എല്ലാ ഭാരങ്ങളും അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ തീർച്ചയായിട്ടും നിനക്ക് സാധിക്കും. എല്ലാ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും അവൻ്റെ പാദാന്തികത്തിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഈശോ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ തീർച്ചയായിട്ടും നിനക്ക് സാധിക്കും. ഒന്ന് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ മുൻപിൽ നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. തീർച്ചയായും അവൻ നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ നിനക്ക് സാധിക്കും. ഈശോ ആശ്വാസപ്രദനാണ്. യോഹന്നാന്റെ സുവിശേഷം 14:18 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മെ അനാഥരായി വിടുകയില്ല. യേശു നമ്മെ അനാഥരായി വിടുകയില്ല. രണ്ടാമതായി ഈശോ നമുക്ക് നൽകുന്ന കാര്യം നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നു. നമ്മുടെ രോഗങ്ങൾ മാറ്റുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഈശോ രോഗത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, നമുക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നു. ഒത്തിരിയേറെ രോഗപീഠകൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടാകാം. ഓർക്കുക, വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ ചെയ്തിട്ടുള്ള ദൈവരാജ്യ ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗികൾക്ക് കൊടുത്ത സൗഖ്യം. അന്ധന്റെ കണ്ണുകൾ ഈശോ തുറന്നു, ചെകിടന് കേൾവി നൽകി, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചു, മഹോദര രോഗിയെ സുഖപ്പെടുത്തി, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം പ്രദാനം ചെയ്തു, മരിച്ചു കിടക്കുന്നവരെ ഉയർപ്പിച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഈശോ പ്രവർത്തിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ പ്രവർത്തിച്ച ഇതേ അത്ഭുതങ്ങൾ ഇന്നും നമുക്കിടയിൽ ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ലോകം, അടയാളങ്ങളുടെ ലോകം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ എത്രയോ വലുതാണ്. അത് ഓരോ ധ്യാനമന്ദിരങ്ങളിലും നടക്കുന്നുണ്ട്, ഓരോ ഇടവകകളിലും നടക്കുന്നുണ്ട്, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, എത്രയോ അത്ഭുത സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനമന്ദിരത്തിൽ, ജെറുസലേം ധ്യാനമന്ദിരത്തിൽ നടന്നിട്ടുള്ള അത്ഭുത സംഭവങ്ങൾ ഓരോ ആഴ്ചയും ഓരോ വെള്ളിയാഴ്ചയും രാവിലെ 8:30 തൊട്ട് 3:30 വരെയുള്ള സമയം ഏകദിന ധ്യാനം നടക്കുകയാണ്. ഏകദിന കൺവെൻഷൻ നടക്കുകയാണ്. പൊതു പ്രാർത്ഥനാ ദിനമാണ്.
പതിനായിരക്കണക്കിന് വ്യക്തികൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയിലും. അവിടെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ടു മുൻപ് നടക്കുന്ന സാക്ഷി ശുശ്രൂഷയിൽ ദൈവമക്കൾ വന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്ന അനുഭവമാണ്, ഹൃദയം തുടിക്കുന്ന അനുഭവമാണ്. കാരണം മരണത്തിൻ്റെ പടിവാതിൽക്കലിൽ നിന്ന് ഈശോ രക്ഷിച്ചു കൊണ്ടുവരുന്ന, സൗഖ്യം നൽകി കൊണ്ടുവരുന്ന മഹാത്ഭുതങ്ങൾ, വലിയ മുഴകൾ, ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യണമെന്ന് വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന രോഗാവസ്ഥകൾ. ഇതാ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായും മുഴ കാണാൻ പോലും ഇല്ലാത്ത വിധത്തിൽ അപ്രത്യക്ഷമായി പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ. മുറിഞ്ഞുപോയ ഞരമ്പുകൾ ഓപ്പറേഷൻ കൂടാതെ തനിയെ കൂടിച്ചേർന്ന അത്ഭുത സാക്ഷ്യങ്ങൾ. ഒടിഞ്ഞുപോയ എല്ലുകൾ ചികിത്സയില്ലാതെ തനിയെ കൂടിച്ചേരുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ. മരണത്തിൻ്റെ പടിവാതിൽക്കലിൽ നിന്ന്, ജീവന്റെ തുടിപ്പ് പോലുമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ജീവിതത്തിലേക്ക് കർത്താവ് കൈപിടിച്ച് നടത്തിയ രോഗസൗഖ്യങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ. മരിച്ചുവെന്ന് പോലും കരുതപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ. എത്രയോ അത്ഭുത സാക്ഷ്യങ്ങൾ. ഉച്ചി തൊട്ട് ഉള്ളൻകാൽ വരെ സോറിയാസിസ് രോഗം മൂലം ഒന്ന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ സാധിക്കാതെ ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി കടന്നു വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഉത്തരമായി മത്സ്യത്തിന്റെ ചെതുമ്പല് താഴെ വീഴുന്ന വിധത്തില് ശരീരത്തിൽ നിന്ന് സോറിയാസിസ് രോഗത്തിന്റെ അണുക്കൾ മുഴുവൻ അല്ലെങ്കിൽ അവസ്ഥകൾ മുഴുവൻ പൂർണ്ണമായ രോഗസൗഖ്യം സംഭവിക്കുന്ന വിധത്തിൽ രോഗാവസ്ഥ നിറഞ്ഞ തൊലി അടർന്നു പോവുകയും കൊച്ചുകുഞ്ഞിന്റെ ശരീരം പോലെ തൊലി പോലെ ആയിത്തീരുകയും ചെയ്ത് സൗഖ്യം സ്വീകരിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ. ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ. ക്യാൻസർ ബാധിച്ച രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു, ട്യൂമർ ബാധിച്ച രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു, മാരകമായ രോഗാവസ്ഥകളിൽ സൗഖ്യം കിട്ടുന്നു. ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ. അത്ഭുതങ്ങളുടെ ലോകം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ ഇന്നും ജീവിക്കുന്ന ഈശോ നമുക്കിടയിൽ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് ധ്യാനമന്ദിരത്തിലും ഈ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഏത് ധ്യാനമന്ദിരങ്ങളിൽ മാത്രമല്ല, പ്രാർത്ഥന കൂട്ടായ്മകളിൽ സംഭവിക്കുന്നുണ്ട്, ഇടവക ദേവാലയങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന മധ്യേ എത്രമാത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഓരോ ഭവനങ്ങളിലും പ്രാർത്ഥിച്ച് ദൈവം നൽകുന്ന സൗഖ്യം സ്വീകരിക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ സാക്ഷ്യങ്ങളുണ്ട്. ഈശോ സൗഖ്യം നൽകുന്നവനാണ്. വിശ്വസിക്കുക, ആശ്രയിക്കുക, അവൻ നൽകുന്ന സൗഖ്യം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പറഞ്ഞു ഈശോ ആശ്വാസം നൽകുന്നവനാണെന്ന്. രണ്ടാമതായി പറഞ്ഞു ഈശോ സൗഖ്യം നൽകുന്നവനാണെന്ന്. മൂന്നാമതായി പറയുന്നു ഈശോ പാപം മോചിക്കുന്നവനാണ്. ഈശോ പാപം മോചിക്കുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുന്നോളം പാപമുണ്ട്, മലയോളം പാപമുണ്ട്. ആ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപക്ഷെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ടാകാം, ആകുലപ്പെടുന്നുണ്ടാകാം. ഈശോ നമ്മുടെ പാപം മോചിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. അവൻ സഹിച്ചതും, അവൻ പീഡ അനുഭവിച്ചതും, അവൻ ചമ്മട്ടികളാൽ പ്രഹരിക്കപ്പെട്ടതും, അവന്റെ തിരുശിരസിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടതും, അവൻ കുരിശ് ചുമന്നതും, മുഖമടച്ചവൻ നിലത്ത് വീണതും, അവന്റെ മുഖത്ത് പടയാളികൾ കാർക്കിച്ചു തുപ്പുമ്പോൾ അത് അവൻ എളിമയോടെ സ്വീകരിച്ചതും, അവൻ കയ്പ് നീര് കുടിച്ചതും, അവൻ നഗ്നനാക്കപ്പെട്ടതും, അവന്റെ കൈകാലുകളിൽ ആണി തറയ്ക്കപ്പെട്ടതും, ഒരു കുരിശോട് ചേർത്ത് വെച്ച് അവൻ ബന്ധിക്കപ്പെട്ടതും, രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ 3 ആണികളിൽ തൂങ്ങി ദിഗന്ധങ്ങൾ പിളരുമാറ് നിലവിളിച്ച് അവൻ മരണമടഞ്ഞതും, 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് അവൻ ഉത്ഥാനം ചെയ്തതും എന്റെയും നിങ്ങളുടെയും പാപം മോചിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകം മുഴുവന്റെയും പാപം മോചിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. പാപത്തിന് അടിമകളായി വിൽക്കപ്പെട്ട നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ ദൈവമായ കർത്താവ് നൽകിയത് നശ്വരമായ ലോകത്തിന്റെ സ്വർണമോ വെള്ളിയോ അല്ല, മറിച്ച് കറയും കുറവുമില്ലാത്ത കുഞ്ഞാടിൻ്റെതിന് സമാനമായ പരമപരിശുദ്ധനായ ക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തം മറുവിലയായി മോചന ദ്രവ്യമായി നൽകപ്പെട്ട് വിലക്കി വാങ്ങപ്പെട്ട ജീവിതമാണ് നമ്മുടേത്. അവൻ രക്തമൊഴുക്കിയത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. അവൻ മരിച്ചത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. അവൻ സഹിച്ചത് പാപത്തിൽ നമ്മെ മോചിപ്പിക്കാനാണ്. അവൻ ഉത്ഥാനം ചെയ്തത് പാപത്തിൽ നമ്മെ രക്ഷിക്കാനാണ്. പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നത് പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും പാപികളാണ്.
നമ്മളെല്ലാവരും പാപികളാണ്. എന്നാൽ പാപത്തിൽ നിന്ന് രക്ഷിച്ച ഈശോ നമ്മുടെ അരികിലുള്ളപ്പോൾ പാപങ്ങൾ അവന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ കുരിശിൽ നേടിത്തന്ന രക്ഷ സ്വീകരിക്കുക, പാപമോചനത്തിലേക്ക് പ്രവേശിക്കുക. ഈശോ നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ഈശോ നമ്മെ രോഗത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. ഈശോ നമ്മുടെ പാപങ്ങൾ മോചിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.